ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ആസ്ഥാനത്ത് ഇസ്രയേൽ ആക്രമണം. തത്സമയ സംപ്രേഷണത്തിനിടെ മിസൈൽ ആക്രമണമുണ്ടായി. ആക്രമണത്തിന് ശേഷവും ഇറാന്റെ ഔദ്യോഗിക ചാനൽ സംപ്രേഷണം നിർത്തിയില്ല. ആക്രമണത്തിന് പിന്നാലെ ചാനൽ വീണ്ടും പ്രക്ഷേപണം പുനരാരംഭിച്ചു. ഇറാന്റെ ഔദ്യോഗിക ചാനലായ IRIB ചാനലിന് നേരെയാണ് ആക്രമണം നടന്നത്. ഇസ്രയേലുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ ഇറാനിലെ ഇന്ത്യന് വിദ്യാർത്ഥികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിത്തുടങ്ങി. 148 കിലോമീറ്റർ അകലെയുള്ള കോം നഗരത്തിലേക്കാണ് മാറ്റുന്നത്. ഇവിടെ നിന്നും അർമേനിയൻ അതിർത്തി വഴി വിദ്യാർത്ഥികളെ മാറ്റാനാണ് നീക്കം. UDFന്റെ കുറച്ചു വോട്ട് PV അൻവറിന് പോയേക്കാമെന്ന് രമേശ് ചെന്നിത്തല. 9 വർഷം MLA ആയതുകൊണ്ട് അൻവര് കുറച്ചു വോട്ട് പിടിക്കും. അൻവര് കൂടുതലും പിടിക്കുക LDFന്റെ വോട്ട് ആയിരിക്കുമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അന്തരിച്ച മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിന്റെ വീട് സന്ദർശിച്ച് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. അടുപ്പമുള്ളവരോട് വോട്ട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് M സ്വരാജ് പറഞ്ഞു. സൗഹൃദ സന്ദർശനമെന്ന് സ്വരാജ് വ്യക്തമാക്കി. ഇസ്രയേലുമായുള്ള സംഘർഷത്തില് ഇറാന് വിജയിക്കാന് പോകുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേല് സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് പ്രതികരണം. വളരെ വൈകുന്നതിന് മുൻപ് ചർച്ചകള് പുനരാരംഭിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ട്രംപിന്റെ പ്രതികരണം. തിരുവനന്തപുരം കരമനയിൽ ആത്മഹത്യ ചെയ്ത ദമ്പതികളുടെ കടമെഴുതി തള്ളാൻ തീരുമാനം. പ്രതിഷേധക്കാരും ബാങ്ക് അധികൃതരും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. ആത്മഹത്യയ്ക്ക് കാരണം ബാങ്ക് അധികൃതരെന്ന് ആരോപിച്ചാണ് VSDPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇടുക്കി പൊന്മുടി ഡാമിന്റെ ഷട്ടർ തുറന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ ഒരു ഷട്ടറാണ് 20 സെന്റിമീറ്റർ വരെ ഉയർത്തിയത്. പന്നിയാർ പുഴയിലേക്കാണ് വെള്ളം തുറന്നുവിട്ടത്. പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്.